ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ക്രിസ്മസ് ആയില്ലേ, നമുക്ക് ക്രിസ്മസ് ഐറ്റങ്ങൾ ഉണ്ടാക്കിയാലോ. ഈ വൈറ്റ് കളർ പേപ്പറിനെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത് തരാം. ഇത് റൗണ്ട് ചെയ്ത് എന്തോ അമ്മേന്റെ പറയാ. ഗൈസ്, നമ്മൾ കുറച്ച് പേപ്പർ ക്രാഫ്റ്റുകൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ പേപ്പറും പിങ്ക് കളർ പേപ്പറുമാണ് എടുക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിന് നമ്മൾ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോളും കൂടുന്നുണ്ട്. അവൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അവളും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മോള് പറഞ്ഞത് കേട്ടില്ലേ, ബോൾസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനാണ് കുറച്ചധികം റൗണ്ട് വേണം നമുക്ക്. ഞാൻ അങ്ങനെ അളവൊക്കെ എടുത്ത് പേപ്പർ കട്ട് ചെയ്യാണ്. അവളത് വെച്ചിട്ട് മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പാട്ടൊക്കെ പാടി ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുകയാണ് എൻ്റെ അടുത്ത്, അമ്മ കട്ട് ചെയ്തിട്ട് എനിക്ക് തരണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ഒറ്റയ്ക്ക് ജോലിക്ക് പോയതാ. ഞങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നു. ഞാൻ ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്യുന്നത് നോക്കി നോക്കി ഇരിക്കുകയാണ്, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. എന്നിട്ട് വേണം അവൾക്ക് ആ കത്രിക എടുത്തിട്ട് ഇനി വെട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. തനിയെ നേരത്തെ കുറേ റൗണ്ട് വേറൊരു പേപ്പറിനകത്ത് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ് കുഞ്ഞുങ്ങൾക്ക് കത്രിക കൊടുക്കുന്നത്. കാരണം കൈ വെച്ച് കട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇതായത് കാരണം കൊണ്ട്. കാരണം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എങ്ങനെ കട്ട് ചെയ്യണം എന്നും അറിയില്ല. അവളെ സേഫായി പിടിക്കുമെങ്കിൽ പോലും ഞാൻ അത് കൊടുക്കാറില്ല. ഞാൻ ഇങ്ങനെ ഓരോന്ന് നോക്കി നോക്കി ഇരിക്കാറുണ്ട് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും. ഈ കത്രിക അവൾക്ക് ഒട്ടും തന്നെ നമ്മളത് കൊടുക്കാറേ ഇല്ല. അത് ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുമ്പോൾ ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്ത് കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചതാണ്ടേ ഓരോ മൈന്യൂട്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ്. അങ്ങനെ അബദ്ധവശാലും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ 2-3 പേപ്പർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി പശ വെച്ച് തേച്ച് ഒട്ടിക്കുക എന്നുള്ളതാണ്. കാരണം എന്നെക്കാളും മുന്നേ അവൾക്കത് ചെയ്ത് തീർക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാനതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടെ ഞാൻ നല്ല രീതിക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തരത്തിലൊരു ബോൾസ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി കളർ പേപ്പർ വേണമെന്ന് പറഞ്ഞ് പർപ്പിൾ പേപ്പർ മോൾക്കും കൊടുത്ത് പിങ്ക് കളർ ഞാനും എടുത്തു. ഇനി അതിനകത്താണ് റൗണ്ട് ചെയ്ത് വട്ടം വെട്ടി വെക്കേണ്ടത്. കാരണം വൈറ്റ് കളർ ഏകദേശം കുറച്ച് വെട്ടി ഞാൻ വെച്ചു. ഇനി അടുത്തതിന് പിങ്ക് കളറാണ്, മോള് പർപ്പിൾ കളറും. അങ്ങനെ വെട്ടി എല്ലാം റൗണ്ട് ചെയ്ത് നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചധികം സമയം എടുക്കുന്ന പരിപാടിയാണ്. ഞാൻ അതുകൊണ്ടാണ് ഭയങ്കര ഫാസ്റ്റാക്കി എടുക്കുന്നത്. വീഡിയോ കുറേ ലെങ്ത് ഉണ്ട്. പിന്നെ മോൾ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നതനുസരിച്ച് അവളുടെ ക്രിയേറ്റീവ് അനുസരിച്ചും എല്ലാം അവൾ ഓരോ കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾക്ക് വേണ്ടത്. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളൊരു സപ്പോർട്ട് മാത്രം. നമ്മളിങ്ങനെ ചെയ്താൽ മാത്രമേ നാളെ അവർക്കും അത് ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാവത്തുള്ളൂ. നമ്മൾ ഇത് ഇല്ലേ, ഇതിന്റെ ഇങ്ങനെ വെട്ടൊരുക്കണം. അതിൽ എവിടെയെങ്കിലും ഇവിടെ പൈസ കട്ടിക്കണം, അത് വേറെ പൈസ കട്ടിക്കണം, ഓടണം വെച്ചിട്ട് അത് വേറെ പൈസ കട്ടിക്കണം. എന്നിട്ട് ഇങ്ങനെ വീഴുന്നെടുക്കുക. അതാണ് നമ്മുടെ പറയാം. മോള് ബോൾസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ ഞാനിങ്ങനെ അതിശയിച്ചു പോയി. കാരണം അവൾക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അവൾക്ക് ഐഡിയ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, മക്കളെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അവളത് മൈൻഡിൽ വെച്ചിട്ട് ആ ഒരു ടൈം, അതായത് ഈ വട്ടമെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ടൈമായപ്പോൾ അവളത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നി. ഞാനതാണ് അത് നോക്കിയിരുന്നു പോയത്. കുഞ്ഞുങ്ങളെല്ലാ കാര്യങ്ങളും അപ്പം എത്ര വേഗമാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പറഞ്ഞു കൊടുത്തതേ ഉണ്ടായിരുന്നുള്ളൂ. അതവൾ ഇത്രയും വേഗം ആ ഒരു സമയമായപ്പോൾ അവളത് പറഞ്ഞപ്പോൾ ഞാൻ
ശരിക്കും നല്ലപോലെ ഞാൻ ഞെട്ടി. പിന്നെ നമ്മൾ ആ ബോൾസ് ഉണ്ടാക്കാനുള്ള എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് പേപ്പറെല്ലാം കട്ട് ചെയ്ത് ഒട്ടിച്ച് ഇനി അതിനൊരു ഹാങ്ങിങ് പോലെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നൂല് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ബോൾസ് സെറ്റായപ്പോൾ പിന്നെ അടുത്തത് എന്താണെന്നുള്ള ചോദ്യമായി. ഇനി എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, മക്കളെ അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്. ഞാൻ തലയൊക്കെ അത് ഇത് ഇഷ്ടപ്പെടാനായിട്ട് നിങ്ങൾ എല്ലാവരും ഒട്ടേക്ക് പോയി. ഇത് വളയെ കിടക്കത്ത, ഇത് വളയല്ല തിന്നല്ല. കണ്ടില്ലേ, ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന നേരത്തിന് അവളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഒരു ഹെയർ ക്ലിപ്പ് ചെയ്ത് തലയിൽ തൂക്കിയിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് അവളെപ്പോഴും ഓരോരോ കാര്യങ്ങൾ അവൾ ചെയ്യാറുണ്ട്. സ്വന്തമായിട്ട് തന്നെ നമ്മളൊരു ഹെൽപ്പ് പോലും വേണമെന്നില്ല അവൾക്ക്. അവളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യാറുണ്ട്. കൂടെ നമ്മൾ സപ്പോർട്ടൂടെ കൊടുത്താൽ മാത്രം മതി. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. നല്ല രീതിക്ക് പ്രോത്സാഹിപ്പിച്ചാൽ നല്ല രീതിക്ക് ആക്റ്റീവ് ആവും കുഞ്ഞു മക്കൾമാർ. ഇനി അടുത്ത ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അതിന് വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഓരോന്ന് കട്ട് ചെയ്യുന്നു, എടുക്കുന്നു, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ക്രാഫ്റ്റും ഇങ്ങനെ ഓരോ സൈഡിൽ കൂടെ ഞാനും ചെയ്യുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ വളരാനും അവർക്ക് നല്ല രീതിക്ക് ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മളെ പേരൻസാണ് സഹായിക്കേണ്ടത്. ടീച്ചേഴ്സും പേരൻസും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്താൽ തന്നെയും കുഞ്ഞുങ്ങൾ നല്ല കഴിവുള്ള മക്കൾമാരായിട്ട് വളർന്നു വരും. ഞാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ അവളെ ഓരോന്ന് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവൾക്ക് ഓരോന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ. കുഞ്ഞുങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവരിങ്ങനെ ഈ പറഞ്ഞ കത്രിക വെച്ച് കളിക്കുമ്പോഴും തീയിൽ കളിക്കുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കണം. അതൊന്നും കുഞ്ഞുങ്ങളുടെ നല്ല കാര്യമല്ല എന്നവരെ പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരത് മനസ്സിലാക്കും, അതിൻ്റേതായ കെയറിങ് കൊടുക്കും. നമ്മൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യുമ്പോൾ അവർക്കത് എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. അങ്ങനെ ഞങ്ങളത് അടുത്ത ഒരു ക്രാഫ്റ്റും ചെയ്ത്, അങ്ങനെ 2 ക്രാഫ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. മോൾക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്ത് അവളെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ വിചാരിച്ച് ബാക്കി കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒരു കാർഡ്ബോർഡിനകത്ത് ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് മോൾ ഉറക്കം എണീറ്റ് വന്നു കഴിയുമ്പോൾ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കാരണം അത് എളുപ്പമുള്ളൊരു ഇതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് എളുപ്പമായി സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കട്ട് ചെയ്ത് റെഡിയാക്കി എല്ലാം വെച്ചിട്ട് വേറൊരു ഇതിനൂടെ വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡ് വേറൊരെണ്ണം എടുത്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ അതും കട്ട് ചെയ്ത് അതിന് കുറച്ച്
അധികം ജോലി ഉള്ളതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് നല്ല രീതിക്ക് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം അതിനകത്ത് പെയിൻ്റ് അടിക്കണം. പിന്നെ അതൊരു ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു തൂക്കണം. പിന്നെ കുറച്ച് പഞ്ഞി വേണം. അങ്ങനെ കുറേ അധികം സാധനങ്ങൾ അതിന് വേണം. അപ്പോൾ അതൊക്കെ എടുത്തെല്ലാം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഞാൻ വെച്ചെന്നാൽ ഒരു വൈറ്റ് കളർ പേപ്പർ ഒട്ടിക്കാം. കാരണം അതൊരു കാർഡ്ബോർഡ് കഷ്ണമല്ലേ, അപ്പോൾ അതിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ഒരുമാതിരി ഇരിക്കും എന്നുള്ളത് കൊണ്ട് ഞാനൊരു വൈറ്റ് കളർ പേപ്പർ കട്ട് ചെയ്ത് അതിനകത്ത് ഒട്ടിച്ച് അതേ ഷേപ്പിൽ തന്നെ ആ വൈറ്റ് കളർ പേപ്പർ വെട്ടിയെടുത്ത് ഷേപ്പ് ചെയ്തിട്ട് ഞാൻ വെച്ച് അതിനകത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ അത് നല്ലൊരു ഭംഗിയായിട്ടിരിക്കും എന്ന് വിചാരിച്ച് ഞാനത് കട്ട് ചെയ്ത് എല്ലാം ഷേപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളത് ആ ഒരു ക്രാഫ്റ്റിൽ കളർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഫുള്ള് കളർ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ കുറച്ച് പശ വെച്ച് തേച്ച് പഞ്ഞി വയ്ക്കാം. ഒരു മറ്റേ സോക്സ് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യുന്ന ഒരു ക്രാഫ്റ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വേണ്ട അതെല്ലാം അടിപൊളിയായിട്ട് ഷേപ്പ് ചെയ്ത് നല്ല പോലെ ഷേപ്പ് ചെയ്ത് എല്ലാം റെഡിയായി. മക്കൾ കിടന്ന് ഉറങ്ങിയപ്പോൾ ഉണ്ടാക്കി. അത് മോക്ക് ഉണ്ടാക്കാൻ അമ്മ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അതിനെ ഉണ്ടാക്കിയാൽ മതി. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചത് മോളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുകയാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ വഴക്കിടും. കാരണം അമ്മ ഞാൻ ഉറങ്ങിയ സമയത്ത് എന്തിനാണ് അങ്ങനെ ചെയ്തത്, എനിക്ക് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞ് വഴക്കിടാൻ തുടങ്ങും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരെണ്ണം അവിടെ ചെയ്യാണ്ട് വെച്ചിട്ട് ഒരെണ്ണം മാത്രമേ ഞാൻ ചെയ്ത് വെച്ചത്. അങ്ങനെ കണ്ട അവൾ മോളെല്ലാം സെറ്റ് ചെയ്ത് അതിനൊരു ഹാങ്ങിങ് ത്രെഡ് വെച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അടിപൊളിയായിട്ടുള്ളത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ടെന്നാണ്ട് ഹാങ് ചെയ്ത് തൂക്കി കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാ ക്രാഫ്റ്റുകളും ചെയ്ത് കഴിഞ്ഞ് നമ്മളത് നമ്മുടെ വീട്ടിലൊരുക്കി ക്രിസ്മസ് ട്രീക്കകത്ത് തൂക്കിയിടുകയാണ്. നമ്മളെല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമ്മൾ ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാക്കിയില്ല. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയപ്പോൾ ആ ക്രിസ്മസ് ട്രീക്ക് വേറൊരു ഭംഗി തന്നെയാണ്. കാരണം നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും നമ്മൾ സമയം കണ്ടെത്തി ഇത് ചെയ്തിടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് ഭയങ്കര വലുതാണ്. എല്ലാവരും ഇത് കണക്ക് വീട്ടിൽ ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കായാലും നമ്മൾക്ക് പേഴ്സണലായിട്ടാണെങ്കിലും ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നൊരു കാര്യമാണ്. മോൾ ഭയങ്കര ഹാപ്പിയാണ്. അവളിങ്ങനെ ഓരോന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസിൽ അവളത് പ്ലേസ് ചെയ്തതിന് ശേഷം ഇങ്ങനെ അവളത് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുപരി അവൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുക. അതാണ് നമ്മൾ പേരൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.